ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. ഇലവുദേശത്തെക്കുറിച്ച് എനിക്കറിയാം. ഇലവുദേശം കൊട്ടാരത്തിൽ ഒരു പൂർവിക സ്വത്തുണ്ടല്ലോ, ഒരു മണിമാല. തന്റെ കഷ്ടപ്പാടൊക്കെ എനിക്കറിയാം. തന്നെ ഞാൻ പൊന്നുപോലെ നോക്കിക്കോളാം. ഒരു രാജകുമാരിയെ പോലെ തനിക്ക് എന്റെ കൂടെ കഴിയാം. ഈ ഇഷ്ടം നേരത്തെ തന്നോട് പറയണമെന്ന് എനിക്കുണ്ടായിരുന്നു, പക്ഷെ പറ്റിയില്ല. തന്റെ മനസ്സിലെന്താന്ന് എനിക്കറിയില്ല. ഇഷ്ടമല്ല എന്ന് പറഞ്ഞാൽ എനിക്കത് വിഷമാവും. എങ്കിലും തന്റെ മനസ്സിലെന്താന്ന് പറ. അതറിയാതെ എനിക്കൊരു സമാധാനമില്ല. അതാ, പറ, എന്തായാലും പറ. എന്നോടൊപ്പം ജീവിക്കാൻ തനിക്ക് സമ്മതാണോ? സമ്മതം. ചക്രക്കുട്ടാ, ചുന്ദരാ, എന്റെ അവസ്ഥ അറിഞ്ഞ് എന്നെ സ്നേഹിച്ചതിന് നന്ദി. ഇങ്ങ് വാ, ഞാൻ ചേട്ടന്റെ വീട്ടിലേക്ക് വരാം. ഒരു മിനിറ്റ്. ഉറപ്പായിട്ടും വരും. വരൂന്ന് എന്റെ ചക്കടക്കുട്ടന്റെ അടുത്ത് ഞാൻ വന്നേ. നമുക്ക് ഈ നാശങ്ങളുടെ ഇടയിൽ നിന്ന് എങ്ങോട്ടെങ്കിലും പോവാൻ ചേട്ടാ. ചേട്ടനോ? ആരുടെ ഏട്ടൻ? നല്ല പ്രായമുണ്ടല്ലോ. പ്രായത്തിലേക്ക് എന്തിരിക്കുന്നു ഏട്ടാ, മനസ്സല്ലേ പ്രധാനം. ചേട്ടൻ സീരിയസ് ആണോ? എന്നാ ഞാനും സീരിയസാ. എന്റെ ചക്കടക്കുട്ടാ, അയ്യോ എന്നെ വിട്ടിട്ട് പോലെടാ കുട്ടാ. ചക്കടക്കുട്ടാ പോലെ, ചക്കുടു ചേട്ടാ എന്നെ വിട്ടിട്ട് പോലെ. ഞാൻ മുത്താണ്, മുത്ത്. മിസ് യു. ഇനി ഞാൻ എടുത്തോളാം, ആരും കണ്ടില്ല. മല പോലെ വന്നതായിരുന്നു, അല്ലെ പോലെ പോയി. പോട്ടെ, സാറുള്ള. നീ എന്തിനാണ് മാറിയിരിക്കുന്നത്? മോളുടെ കാര്യം സംസാരിക്കാനല്ലേ നമ്മൾ ഇങ്ങോട്ട് കെട്ടിയെടുത്ത്. വഴക്ക് പറയണ്ട. അത്യാവശ്യ കോള് വലുതും ചെയ്യാനായിരിക്കും കാർത്തിക പോയത്. ഈ ഫോൺ വാങ്ങിയപ്പോ ഞാൻ പറഞ്ഞാണ് അധികം ഉപയോഗിക്കണ്ടെന്ന്. പഴയ കീപാഡ് ഫോൺ നിനക്ക് മതിയായിരുന്നു. ഞങ്ങളുടെ കാര്യമൊക്കെ ഞങ്ങൾ പറഞ്ഞല്ലോ, ഇനി നിങ്ങളുടെ കാര്യങ്ങൾ പറയും. പെണ്ണിന് എന്ത് കൊടുക്കുന്നാണോ രമേശ് ഉദ്ദേശിക്കുന്നത്? അങ്ങനെ ഉദ്ദേശിച്ചില്ല, എങ്കിലും അറിഞ്ഞിരിക്കണം. എന്റെ സകല സ്ഥാപന ജംഗമ വസ്തുക്കളും ഇവൾക്കുള്ളതാണ്. ഇത് പിന്നെ ഇവൾക്കല്ലാതെ വേറെ ആർക്ക് വേണ്ടിയാണ് ഞാൻ ഓസ്ട്രേലിയ കിടന്ന് കഷ്ടപ്പെടുന്നത്? കാർത്തിക പിന്നെ രാജകുടുംബത്തിലുള്ളതായതുകൊണ്ട് ആ വഴിക്കും സ്വത്തുക്കളൊക്കെ ഉണ്ടാവുമല്ലോ. കൊട്ടാരത്തിൽ ഇപ്പൊ ആരൊക്കെയുണ്ട്? സ്വത്തുക്കളൊക്കെ ട്രസ്റ്റിന്റെ പേരിലാണോ, അതോ പൂർവികരൊക്കെ? പൂർവീകരെന്നൊക്കെ പറയുമ്പോഴേ എന്റെ മുത്തശ്ശനുണ്ടായിരുന്നു. മുത്തശ്ശൻ രാജാവായിരുന്നു. യുദ്ധത്തിന് പോയിട്ട് വന്നപ്പോ ഒരു തമിഴത്തി പെണ്ണിനെ വീട്ടുവേലക്കാരിയായിട്ട് കൊണ്ടുവന്ന് നിർത്തി. ആ പെണ്ണിനാണെങ്കിൽ അപ്പുറത്ത് വാടകയ്ക്ക് താമസിക്കുന്ന ഒരു ചെറുക്കനായിട്ട് പൊരിഞ്ഞ പ്രേമം. ഇതൊക്കെ മുത്തശ്ശ സമ്മതിക്കോ? ആദ്യം പറഞ്ഞൊന്ന് വിലക്കി. ആര് കേക്കാനെ കൊണ്ട്? അവരുടെ പ്രേമം മുത്തശ്ശനങ്ങ് ഇഷ്ടായില്ല. അന്ന് രാത്രിയിൽ തന്നെ അവളെ എന്റെ കാരണവരുണ്ടല്ല ആ തെക്കിനിയിലിട്ട് വെട്ടിക്കൊന്നു. എന്നിട്ടേ 8ാം ദിവസം ഒരു ദുർഗാഷ്ടമി രാത്രിയിലെ അവളുടെ പ്രേതം ഒരു രക്തരക്ഷസായി മാറി കാരണവരെ കുത്താൻ വേണ്ടി പിച്ചാത്തിയും കൊണ്ട് അറക്കകത്തോട്ട് കേറിയെന്നാണ് എന്റെ മുത്തശ്ശി പറഞ്ഞത്. പിന്നെ മുത്തശ്ശി എന്തൊക്കെയോ മന്ത്രങ്ങളൊക്കെ പറഞ്ഞ് അടക്കിങ്ങ് നിർത്തിയിരിക്കുവാണ്. പിന്നെ ഒരു 61ാമത്തെ ദിവസം
അന്ന് പൂജയോട് പൂജ. പിന്നെയുണ്ടല്ലോ ആ തമിഴത്തിയുടെ ആത്മാവിനെ ആ തെക്കിനി വച്ചേനങ്ങ് ബന്ധിച്ചു. ദുർഗാഷ്ടമി ദിവസത്തിലെ അങ്ങ് ഓസ്ട്രേലിയന്ന് ഞാൻ കോവിലി വരും. എന്തിനെന്നറിയാമോ? ശത്രു സംഹാര പൂജ ചെയ്യേ. എന്റെ അച്ഛനും അമ്മയും സാധാരണ ആൾക്കാരെന്ന് രാജാവൊന്നും അല്ലായിരുന്നു. കാർത്തികയുടെ കുടുംബചരിത്രം ഒരു സിനിമയാക്കാനുള്ള കഥയുണ്ടല്ലോ. തള്ളക്ക് എങ്ങനെ മനസ്സിലായോ എന്തോ. ബെസ്റ്റ്. ഇവര് മണിച്ചിത്രത്താഴ് സിനിമ കണ്ടിട്ടില്ലെന്ന് തോന്നുന്നു. അപ്പോ ആ പൂർവികരുടെ സ്വത്തുക്കളൊക്കെയോ? അയ്യോ, അത് എവിടെങ്കിലും ഒക്കെ കാണും. ഇലവുദേശത്തെ കുറിച്ച് എനിക്കറിയാം. ഇലവുദേശം കൊട്ടാരത്തിൽ ഒരു പൂർവിക സ്വത്തുണ്ടല്ലോ, ഒരു മണിമാല. അതിനെക്കുറിച്ച് എന്തെങ്കിലും അറിയാമോ കാർത്തിക തമ്പുരാട്ടിക്ക്? പിന്നല്ലേ, എന്തിനു പറയേ. നമ്മളെ കല്യാണത്തിന് ആ മാലയല്ലേ എന്റെ ചേട്ടന് സ്ത്രീധനം കൊടുത്തത്. ഓ ആ അയ്യോ, തന്നെ അത് നമ്മുടെ തന്നെ ഉണ്ട്. അല്ല, എന്തിനേച്ചി ആ മാലയെ കുറിച്ച് ചോദിച്ചേ? ആ, എനിക്കത് ഭയങ്കര ഇഷ്ടം. ഓ, എന്റെ മകൻ നിങ്ങളുടെ മോളെ വിവാഹം കഴിക്കാൻ നിങ്ങള് സ്ത്രീധനമായിട്ട് ഒന്നും തരണ്ട. അശ്ശോ. ആ മണിമാല മാത്രം എനിക്ക് തന്നാ മതി. ചീല കേസ് അത്രയല്ലേ ഉള്ളൂ, അത് തരാല്ല. അതിനിപ്പോ എന്ത് കുഴപ്പം? എന്റെ ചേച്ചി, അതിപ്പോ കല്യാണം വരെ വച്ച് നീട്ടണമെന്നൊന്നും ഇല്ല. നിശ്ചയത്തിന്റെ അന്ന് ഞാൻ എടുത്തോണ്ടൊന്ന് തരാം. എന്ത് പോരെ? ഉറപ്പാണല്ലോ അല്ലേ? ഈ കാർത്തിക തമ്പുരാട്ടിക്ക് തന്ത ഒന്നേ ഉള്ളൂ. മാല തരൂന്ന് പറഞ്ഞ തന്നിരിക്കും. ഞാൻ ഇപ്പൊ വരാം. ഓ